ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 80 വർഷമാകുന്നു. ഒരാളുടെ സ്വാതന്ത്ര്യം എവിടെയാണ് തുടങ്ങുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത്? മറ്റുള്ളവർക്ക് വാക്കുകളാലോ പ്രവൃത്തിയാലോ ഒരു പ്രയാസം ഉണ്ടാകാത്ത രീതിയിൽ വേണം സ്വാതന്ത്ര്യം അനുഭവിക്കാൻ. എല്ലാ കാര്യവും ചട്ടപ്രകാരം നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. പ്രവൃത്തിയോ വാക്കോ ആകട്ടെ, ഒരു സന്ദർഭത്തിൽ ഉചിതമായിട്ടുള്ളത് വേറൊരു സന്ദർഭത്തിൽ ഉചിതമാവുകയില്ല. ഇത് ഏറ്റവും വലിയ വിഷയമാകുന്നത് മതവും രാഷ്ട്രീയവും കടന്നു വരുമ്പോഴാണ്. ഈ മതത്തിന് ഒരു കുഴപ്പമുണ്ട്. നമ്മളതിൽ വിശ്വസിച്ച് പോയാൽ വേറെ ഒരുത്തരുടെയും മതത്തിന് സ്വീകരിക്കാൻ തയ്യാറാവില്ല. CJP എന്ന് പറയുന്നൊരു പാർട്ടി രൂപീകരിക്കുകയും രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ താഴെ ഇറക്കുന്ന രീതിയിലേക്ക് ഒരു സമരം പോവുകയാണ്. അയൽ രാജ്യങ്ങൾ എത്ര സ്ഥലത്ത് അട്ടിമറി നടന്നു. അതിൻ്റെയൊക്കെ പുറകിൽ ആരുടെ കൈകളാണ്? കള്ളപ്പണത്തിൻ്റെ കുത്തൊഴുക്കുണ്ട്, അതിൻ്റെ സ്വാധീനമുണ്ട്. നമ്മൾ നവമാധ്യമങ്ങളിൽ തന്നെ കണ്ടില്ലേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 80 വർഷമാകുന്നു. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് റിട്ടയർഡ് ജസ്റ്റിസ് MR ഹരിഹരൻ നായർ സാറാണ്. സാർ നമസ്തേ. നമസ്കാരം. സാർ, 80 വർഷമാകുകയാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. പക്ഷേ ഇപ്പോഴും ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഒരാളുടെ സ്വാതന്ത്ര്യം എവിടെയാണ് തുടങ്ങുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത്, ഇപ്പോഴും എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. സാർ ഒന്ന് പറയുകയായിരുന്നെങ്കിൽ. ഞാൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് ജനിച്ച ആളാണ്. അപ്പോൾ പാരതന്ത്ര്യത്തിൻ്റെ അന്നത്തെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അനുഭവിച്ചറിഞ്ഞു. എൻ്റെ സ്കൂൾ പഠനകാലത്തുമൊക്കെ കുറേ ഭാഗം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യമെന്ന് നമ്മൾ വിവക്ഷിക്കുന്നത് താരതമ്യപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അന്നത്തെ പാരതന്ത്ര്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രയോ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. പക്ഷേ ആർക്കും എന്തും പറയാം, എന്തും ചെയ്യാം. മാധ്യമങ്ങൾക്ക് തന്നെ ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ BJPയിലെ അദ്ദേഹത്തിനെ അറസ്റ്റൊക്കെ ചെയ്തില്ല. അപ്പോൾ ഈ നമ്മളിത് കാണുമ്പോൾ ഏതാണ് ലിമിറ്റ്? ഒരു ലിമിറ്റും വേണ്ടേ? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിയമം പഠിക്കുന്നവർ പറയും ഒരാളുടെ കൈ നീട്ടാനുള്ള സ്വാതന്ത്ര്യം അടുത്ത ആളിൻ്റെ മൂക്ക് വരെ ഉള്ളൂ. മൂക്കിൽ തട്ടിയാൽ മറി. അപ്പോൾ അത് ഓരോരുത്തരും എല്ലാവരും കൂടെ പങ്കുവയ്ക്കണ്ടേ ഉള്ള സ്വാതന്ത്ര്യത്തിന്? അത് മനുഷ്യന് മറ്റുള്ളവർക്ക് വാക്കുകളാലോ പ്രവൃത്തിയാലോ ഒരു പ്രയാസം ഉണ്ടാകാത്ത രീതിയിൽ വേണം സ്വാതന്ത്ര്യം അനുഭവിക്കാൻ. അത് കഴിഞ്ഞു പോകുന്നു. അത് എങ്ങനെയാണ് നമുക്ക് നിർത്താൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു അവബോധം ഉണ്ടാക്കാൻ കഴിയുന്നത്? ഒരു മെത്തേഡ് സെൻസറിങ് ആണ്. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ വീണ്ടും അടിയന്തരാവസ്ഥ കാലത്തേക്ക് പോകുന്നു. ഇത് കുറേ സ്വയം അറിയണം. നമ്മൾ ഈ ഡിജിറ്റൽ മീഡിയയുടെ കാലഘട്ടത്തിലാകുമ്പോൾ ഇതിലെങ്ങനെയാണ് ഒരാൾ സ്വാതന്ത്ര്യത്തോടെ എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കാൻ പാടില്ല, ഇതിന് നമുക്ക് പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ പുതിയത് കൊണ്ടുവരേണ്ടതില്ലേ? എല്ലാ കാര്യവും ചട്ടപ്രകാരം നിയന്ത്രിക്കാൻ പറ്റുന്നതല്ലല്ലോ. ഒരു പ്രവൃത്തിയോ വാക്കോ ആകട്ടെ, ഒരു സന്ദർഭത്തിൽ ഉചിതമായിട്ടുള്ളത് വേറൊരു സന്ദർഭത്തിൽ ഉചിതമാവുകയില്ല. പ്രവർത്തനവും അതുപോലെ തന്നെ. നമ്മുടെ ബെഡ്റൂമിൽ പാലിക്കുന്ന സ്വാതന്ത്ര്യം ഒന്നായിരിക്കും, ഒരു ചടങ്ങിൽ പോകുമ്പോൾ വേറൊന്നായിരിക്കും, പൂജാമുറി പോകുമ്പോൾ വേറൊന്നായിരിക്കും. ഒരേ വ്യക്തി തന്നെയാണ്. അപ്പോൾ ഓരോയിടത്തും ഇത് സംസ്കാരത്തിൻ്റെ ഭാഗമാകണം. സ്കൂളിൽ പഠിക്കുമ്പോൾ അക്ഷരം മാത്രം പഠിച്ചാൽ പോരാ. ഈ സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം, എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ 51A എന്ന് പറഞ്ഞ് ഭരണഘടനയിൽ ഒരു അനുച്ഛേദം എഴുതി ചേർത്തു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. അതിനു മുമ്പ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമേ ഉള്ളൂ, മൗലിക സ്വാതന്ത്ര്യം. പക്ഷേ അവർക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയാൽ കുഴപ്പമാണ്, നമുക്ക് ഇത് ലിങ്ക് ചെയ്യണം സ്വാതന്ത്ര്യവും ചുമതലയുമായിട്ട്. അപ്പോൾ ഭരണഘടനയിൽ 51A എഴുതി ചേർത്തു, മൗലിക ചുമതലകൾ. ആരെങ്കിലും നോക്കുന്നോ? ഇല്ല. അതാണ് താങ്കളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെയാണ്. ഇതെല്ലാം രേഖകളൊക്കെ ഉണ്ട്. നമുക്കുള്ള ചുമതലകൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ തയ്യാറായാൽ സ്വാതന്ത്ര്യം അനുഭവിക്കാം. പക്ഷേ ഇത് ഏറ്റവും വലിയ വിഷയമാകുന്നത് മതവും രാഷ്ട്രീയവും കടന്നു വരുമ്പോഴാണ്. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഭരണഘടനാപരമായി പോകുന്ന ഒരു രാജ്യത്ത് എവിടെയാണ് ഇത് അപകടകരമായിട്ട് മാറുന്നത്? മതമില്ലാത്ത ചില രാജ്യങ്ങളുണ്ടെന്ന് കേൾക്കുന്നു, ചെറിയ രാജ്യങ്ങൾ. അവിടെയൊക്കെ സമാധാനം വളരെ മെച്ചപ്പെട്ടതാണെന്നും കേൾക്കുന്നു. ഈ മതത്തിന് ഒരു കുഴപ്പമുണ്ട്. നമ്മളതിൽ വിശ്വസിച്ച് പോയാൽ വേറെ ഒരുത്തരുടെയും മതത്തിന് സ്വീകരിക്കാൻ തയ്യാറാവില്ല. അത് ശരിയാവില്ല. ഇന്ത്യ സെക്കുലർ രാജ്യമാണ്.
ഇവിടെ ഹിന്ദുവിന് ജീവിക്കണം, മുസ്ലിമിന് ജീവിക്കണം, പാഴ്സിക്ക് ജീവിക്കണം, എല്ലാ മതക്കാർക്കും ജീവിക്കണം. അപ്പോൾ ആ ഒരു ധാരണ, പരസ്പര ധാരണ ഉണ്ടെങ്കിൽ മുമ്പോട്ട് പോകാനൊക്കെ ഉള്ളൂ. എൻ്റെ ജോലി മറ്റുള്ള മതക്കാരെ കൊല്ലുകയാണ് എന്നൊരു വിശ്വസിച്ച് പോയാൽ എവിടെ പോയി ചെന്ന് അവസാനിക്കും? അതുപോലെ തന്നെ ഓരോ മതക്കാർക്കും ഈ ഒരു ധാരണയുണ്ട്. നിങ്ങൾ നവമാധ്യമത്തെ പറ്റി പറഞ്ഞല്ലോ, ഇത് നോക്കി കണ്ടാൽ തന്നെ അറിയാം, എക്സ്ട്രീംസാണ് എല്ലാം. അതെ, ഓരോ മതക്കാരനും എക്സ്ട്രീമാണ്. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോകാൻ ഒക്കില്ല. സെക്കുലർ രാജ്യത്ത് പരസ്പര ധാരണയിലൂടെയും ഒരു ക്ഷമാശീലത്തോടുകൂടിയും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. അവിടെയാണ് ഇത് കുഴപ്പം വരുന്നത്. ആ ലിമിറ്റ് കഴിയുന്നു. മറ്റുള്ളവൻ പറയുന്നത് ഉൾക്കൊള്ളാനും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് അത് ശരിയാകുന്നത് ഞാൻ യോജിക്കുന്നില്ല, അവിടെ ആ രീതിയിൽ അത് നിൽക്കണം. നമുക്ക് നമ്മുടെ MP ശശി തരൂരിൻ്റെ കാര്യം എടുക്കാം. അദ്ദേഹം ഒരുപാട് നോളജുള്ള ആളാണ്, പക്ഷേ ഈ ഒരു മിതത്വം പാലിക്കും, അഭിപ്രായം തുറന്ന് പറയും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവഹേളനത്തിലോട്ടോ അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് പോകാറില്ല. എത്രയോ വർഷമായി MP ആണ്, തിരുവനന്തപുരത്ത് പ്രതിനിധീകരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും പരിമിതികൾ പാലിക്കണം. ഈ ഒരു ലിമിറ്റുമില്ലാതെ എൻ്റെ മതം ശരി എന്ന് പറഞ്ഞ് ഒരു മതക്കാർക്കും മുമ്പോട്ട് പോകാം. അല്ല, ഇത് രാഷ്ട്രീയ വിഷയത്തിലേക്ക് വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയത്തിൽ ഇത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ 10 വർഷം വേറൊരു ഭരണം കണ്ടു, ഇപ്പോൾ വേറൊരു ഭരണം വരുന്നു, ഇനി നാളെ ചിലപ്പോൾ മാറിയെന്ന് വരാം. ഇപ്പോൾ കോർപ്പറേഷൻ വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വന്നില്ല. അടിസ്ഥാനപരമായിട്ട് എല്ലാവരുടെയൊക്കെ പ്രവർത്തനം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പക്ഷേ അവിടെയും ഈ മിതത്വത്തിൻ്റെ ഒരു കാര്യം വരുന്നുണ്ട്. മിതത്വം ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ ആളുകൾക്ക് ദുർഭരണമായിട്ട് തോന്നും. ഇതിൽ വേറൊരു വിഷയം വരുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നവമാധ്യമത്തിൻ്റെ കാലഘട്ടത്തിലാണ്, നമ്മൾ പോലും എടുക്കുന്ന ഒരു നവമാധ്യമത്തിലൂടെയാണ്. അപ്പോൾ യുവാക്കൾ ഏറ്റവും കൂടുതലും ഇൻഫ്ലുവൻസ് ആകുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു, ഇന്ത്യ കണ്ട യുവാക്കളുടെ വലിയൊരു സമരം CJP എന്ന് പറയുന്നൊരു പാർട്ടി രൂപീകരിക്കുകയും അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയും അതിലൂടെ ഒരു സമരത്തിലേക്ക് വരികയും അങ്ങനെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ താഴെ ഇറക്കുന്ന രീതിയിലേക്ക് ഒരു സമരം പോവുകയാണ്. അപ്പോൾ പുതിയ കാലത്തിൻ്റെ യുവാക്കൾ മാറുകയാണ്, അവരുടെ രാഷ്ട്രീയം മാറുകയാണ്. ഇതെല്ലാം ഏറ്റവും എളുപ്പം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ നവമാധ്യമങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ ഈ നവമാധ്യമങ്ങൾക്ക് കഴിയുന്നില്ലേ? അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് നമുക്കത് ഇവരെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്? ഈ മാറ്റിമറിക്കുക എന്ന് പറയുമ്പോൾ അട്ടിമറിയിലേക്കും അത് പോകും അല്ലേ? നമ്മുടെ അയൽ രാജ്യങ്ങൾ എത്ര സ്ഥലത്ത് അട്ടിമറി നടന്നു, അതിൻ്റെയൊക്കെ പുറകിൽ ആരുടെ കൈകളാണ്, എങ്ങനെയാണ് സംഭവിച്ചത്? അതിൻ്റെ പുറകിലൊക്കെ ഡീപ് സ്റ്റേറ്റുകളും ഒക്കെ ഉണ്ട്, പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്, കള്ളപ്പണത്തിൻ്റെ കുത്തൊഴുക്കുണ്ട്, അതിൻ്റെ സ്വാധീനമുണ്ട്. നമ്മൾ നവമാധ്യമങ്ങളിൽ തന്നെ കണ്ടില്ലേ, ഇവർക്കൊക്കെ ഫുഡൊക്കെ കിട്ടിയ എവിടുന്ന ഓരോരുത്ത് പ്ലെയിനിൽ ഫ്ലൈറ്റ് എടുത്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നത്. ഇതൊക്കെ എവിടുന്ന് വരുന്നു പൈസ? ഈ ജൻസി ഉണ്ടാക്കിയതാണോ? അല്ല. അപ്പോൾ ഇത് ഒരു മിക്സ്ചറാണ്, ഒരുപാട് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സും ഉണ്ട്. ജൻസികളെ പറ്റി പറയുമ്പോൾ ഈ എൻ്റെ തലമുറയും ഞാൻ പറയുന്നത് എന്താണ്, പഴയ സൈലൻറ്റ് ജനറേഷൻകാരനാണ്. എത്രയോ ജനറേഷൻ അത് കഴിഞ്ഞു. ജൻസികളെ സംബന്ധിച്ച് ഉള്ള ഒരു വ്യത്യാസം ബാക്കിയുള്ള അതിന് മുമ്പുള്ള 3 സൈലൻറ്റിൻ്റെയും ഇതിനിടയ്ക്കുള്ള 3-4 തലമുറകളെ ആയിട്ടുള്ള ഒരു വ്യത്യാസമുള്ളത്, ജൻസികൾ സ്കൂളിലെത്തിയപ്പം മുതൽ ഇൻ്റർനെറ്റ് അവൈലബിളാണ്. അത് വേറൊരുത്തർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ നവമാധ്യമങ്ങളിൽ കൂടെയാണ് അവർ ഇൻറ്ററാക്ട് ചെയ്ത് വളർന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ജൻസിക്കുണ്ട്. അപ്പോൾ ഇവർ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പോളിസീസ് ഉണ്ടാക്കുന്നു, കരിക്കുലം ഉണ്ടാക്കുന്നു, ഇതിനൊന്നിലും ജൻസികളെ കേൾക്കുന്നില്ല. അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെ കേൾക്കുന്നില്ല. എന്ത് വിഷയം പഠിപ്പിക്കാം, നിങ്ങൾ ഇന്നതാണ്, ഞങ്ങളുടെ അടുത്ത സിലബസ് ഇന്ന രീതിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണാധികാരികളും എക്സ്പെർട്സ് എന്ന് പറയുന്ന ആളുകളുമാണല്ലോ ഇതൊക്കെ തയ്യാറാക്കുന്നത്. ഇല്ല, ആ കാലം പോയി. ഇന്നത്തെ കാലത്ത് AI കൂടെ പഠിക്കണം. AI മാത്രം പോരാ, ഞങ്ങൾക്ക് ജർമ്മനി മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തൊരു ലാംഗ്വേജായിട്ട്, ഒരു 3rd ലാംഗ്വേജായിട്ട് ജർമ്മൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഫ്രഞ്ച് പഠിക്കണം. ഇങ്ങനെ അവർക്ക് ഓരോ കാര്യങ്ങൾ കാണും. നമുക്കിവിടെ തൊഴിലില്ലായ്മ വളരെയധികമായില്ലേ, പ്രത്യേകിച്ച് അടുത്ത കാലത്ത്. ഇനി അത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ, കാരണം AI വന്നതുകൊണ്ട്. അപ്പോൾ ഇവരുടെ ഫ്രസ്ട്രേഷൻ നിലവിലുണ്ട്.
അപ്പോൾ അവരാലോചിക്കുന്നത് ഇതിനും എന്താ വഴി, സർക്കാർ ചെയ്യുന്നില്ല, എനിക്ക് ജർമ്മനി പോകണം, ജർമ്മൻ അറിയാതെ അവിടെ വിടുകയില്ല. അപ്പോൾ എൻ്റെ കോഴ്സിൽ അതുകൂടെ ചേർത്തതാ. സെയിം വിത്ത് ഫ്രഞ്ച് ഓർ റഷ്യൻ ഏതോ ആയിക്കോട്ടെ. നമ്മളെപ്പോലെ ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന രാജ്യങ്ങളും വേറൊന്നുമില്ല. ചൈനയിൽ പോയാലും മെഡിസിനും എഞ്ചിനീയറിങ്ങും ചൈനീസ് പഠിപ്പിക്കുന്നു, പലയിടത്തും സ്പാനിഷ് ആയിരിക്കും. ജർമ്മൻ മാത്രം, റഷ്യൻ മാത്രം. അപ്പോൾ ഇത് ആ രീതിയിലുള്ളപ്പോൾ ഇവിടെ ജോലി കിട്ടുന്നില്ല. എനിക്ക് ജോലി കിട്ടാൻ എന്ത് ചെയ്യണം, എവിടേക്ക് പോകണം, അതിനെന്ത് വഴി, ഏത് കോഴ്സ് എടുത്താലത് പറ്റും, എന്തൊക്കെ അറിഞ്ഞാലത് പറ്റും എന്ന് അവർക്കറിയാം. അത് കൂടെ ഇപ്പോൾ ഇത് കരിക്കുലം പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും അഡ്മിനിസ്ട്രേഷൻ്റെ ചെറിയ തലങ്ങളിലും എല്ലാം അവർക്ക് കൂടെ ഒരു പങ്ക് കൊടുക്കണം. അതാണ് അവരുടെ ആവശ്യം. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോകുന്നു. ഇത് വർഷങ്ങളായിട്ട് നടക്കുന്നൊരു വിഷയമാണ്. പക്ഷേ ഇന്നത്തെ കാലത്തെ യുവാക്കൾ അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാനുള്ളൊരു ശേഷി കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് ആളുകളെ കൂട്ടുന്നത് തന്നെ വലിയ പാടാണെങ്കിൽ ഇന്ന് അവർക്ക് കൂടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അത് ഒരു നല്ലൊരു കാര്യം കൂടി. തീർച്ചയായിട്ടും വളരെ വളരെ പ്രസക്തമാണ്. പക്ഷേ ഇത് എല്ലാ തലങ്ങളിലും ഉണ്ടാകണം. നമുക്കിവിടെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ, കേരളത്തിൽ പരീക്ഷ എഴുതിയ, വിവിധ ജോലികൾക്കുള്ള എത്ര പേര് തൊഴിലില്ലാതെ അവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാതെ ലിസ്റ്റ് ലാപ്സായി പോകുന്നു. അതെ അല്ലേ? അവിടെയൊക്കെ ഇത് വേണ്ടേ? വേണം. ഈ എത്ര പേരുള്ള PSC ആണ് നമുക്കൊരു ഭീമൻ, ഒരു പ്രൊപ്പോഷനും ഇല്ലാത്ത ഒരു PSC ഇല്ലേ? ഇതുമൊക്കെ അഴിച്ചു പണിയണം. ഇത് ഏജൻസികൾ മുമ്പോട്ട് വരണം. ഇങ്ങനത്തെ ഒരു PSC ആവശ്യമില്ല. കേന്ദ്രത്തിൽ 9 മെമ്പേഴ്സേ ഉള്ളുവെങ്കിൽ ഈ ഒരു കൊച്ചു സ്റ്റേറ്റിന് ഈ ദശക്കണക്കിന് ആളുകളുടെ ആവശ്യമുണ്ടോ? ഇല്ല. അവർ തീറ്റിപ്പോറ്റേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് ജോലി കിട്ടുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ അവർക്ക് അക്കൗണ്ടബിലിറ്റി വേണം. ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ, ലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയാൽ അഡ്വൈസ് കൊടുക്കാനായിട്ട് അഡ്വൈസ് ആവശ്യപ്പെടണം, അല്ലേ? PSCയോട് കത്തയക്കണം. അയക്കാത്ത ആളിനെ നടപടിയെടുത്ത് ഈ കുട്ടികളുടെ ഭാവി അവരുടെ കയ്യിലല്ലേ? അപ്പോൾ ഇതൊക്കെ നടക്കണം. ഇതിന് ഏജൻസികൾ മുമ്പോട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്. പുതിയ തലമുറ എങ്ങനെ വേണമെന്നാണ് സാറ്, അതായത് നമ്മുടെ രാജ്യത്ത് പുതിയ തലമുറയുടെ മാറ്റം വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പക്ഷെ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പുതുതലമുറ എങ്ങനെയായിരിക്കണമെന്നാണ് അങ്ങ് പറയുന്നത്? പുതുതലമുറ ഇത്തരത്തിലുള്ള റൈറ്റ് കോൺഷ്യസ് ആകുന്നതിനോടൊപ്പം തന്നെ നാഷണൽ ബിൽഡിങ്ങിനൂടെ പങ്കെടുക്കണം. രാജ്യത്തിൻ്റെ ഭാവിക്ക് എന്തൊക്കെയാണ് തടസ്സങ്ങൾ നിൽക്കുന്നത്, നമ്മളെ അടിച്ചമർത്താനായിട്ട് ഏതൊക്കെ ശക്തികളാണ് വരുന്നത്, അതിനെങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നന്നാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഞാൻ ആദ്യം പറഞ്ഞ ഒന്നുകൂടെ പറയും, 51A ഒന്നുകൂടെ വായിച്ച് പഠിച്ചിട്ട് എന്തൊക്കെ ചെയ്യാം, രാജ്യത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ലളിതമായ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്യണം, ഡിസ്ചാർജ് ചെയ്യണം. എനിക്ക് 19 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 14 15 സ്വാതന്ത്ര്യം മാത്രം മതി, അങ്ങനെ ഒരു പാക്കേജ് ഇല്ല. ഒരു പാക്കേജ് ഉള്ളതിൽ തിരിച്ച് ചെയ്യണം. എവിടുന്നായി വരുന്ന പൈസ ജോലി വേണം ആണ്. എങ്ങനെ ജോലി ഉണ്ടാവും? ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകണം. ഫാക്ടറികളൊക്കെ അടച്ചു പൂട്ടുകാരായിട്ട് സമരം ചെയ്താൽ അതുണ്ടാവുമോ? അപ്പോൾ അവിടെ ബുദ്ധിശൂന്യത ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പോൾ അങ്ങേക്ക് നമ്മുടെ പ്രേക്ഷകരോടും അല്ലെങ്കിൽ ജനങ്ങളോടും പറയാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമ്മൾ ഒരുപാട് മുന്നേറി, ഒരുപാടെന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായ രീതിയിൽ ഭാരതം പുരോഗമിച്ചു. എൻ്റെ സ്കൂൾ ഡേയ്സിൽ പേന ഇല്ല, മഷിമുക്കി എഴുതുന്ന പേനയാണ്. വളരെ അപൂർവമായിട്ട് സ്വാൻ എന്നൊക്കെ പറഞ്ഞ ചില പേനകളൊക്കെ ഉണ്ട്, ബ്ലാക്ക് ബേർഡ്, സ്വാൻ. ഇതൊക്കെ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. അത് പോട്ടെ, എഴുതുന്ന ബുക്കിൽ എഴുതാനുള്ള പെൻസിൽ ഒരെണ്ണം ഇന്ത്യയിലുള്ളതില്ല, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. എറേസർ, റബ്ബറില്ലേ, ഇതുപോലും നമുക്ക് ഇവിടെ ഇന്ത്യൻ മെയ്ഡ് ഇല്ല. എല്ലാ സാധനങ്ങളും ഇവിടുന്ന് മുഴുവൻ. നമ്മുടെ ആദ്യത്തെ റെയിൽവേ ലൈൻ എവിടെയാണ് വന്നത്? കേരളത്തിൽ നിങ്ങളുടെ സ്ഥലത്താണ്, ചാലക്കുടി ടു കൊച്ചി. എന്തിനാണ്? നമ്മുടെ കാട്ടിലെ തടി മുഴുവൻ കൊണ്ടുപോയില്ലേ അവർ? പാനലുകൾ തറയിലും ചുവരിലും റൂഫിലും എല്ലാം പാനൽ ചെയ്ത് നമ്മുടെ തടിയാണ്. ഇതുപോലെ സകല സാധനവും കടത്തിക്കൊണ്ട് പോയിട്ട്
ഉപ്പ് സത്യാഗ്രഹം എന്തിനാണ് വേണ്ടി വന്നത്? ഉപ്പ് കൂടെ ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഉണ്ടാക്കി തരാം. അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഒന്നിനും ഒരുത്തർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത വെറും ശിപായി ജോലി മാത്രമുള്ള അതിനനുസരിച്ചുള്ള പഠനവും തന്ന് നമ്മളെ ഇട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് എന്താണ് സ്ഥിതി? പ്രൈവറ്റ് സെക്ടറിൽ റോക്കറ്റ് സ്പേസ് ഷിപ്പ് ഉണ്ടാക്കുന്നു ഇല്ലേ? റേഷൻ കടയിൽ തുണിക്ക് വേണ്ടി ഞാൻ ക്യൂ നിന്നിട്ടുണ്ട്. അതും ഈ അൺബ്ലീച്ച്ഡ് കോറ എന്ന് പറയുന്ന തുണി ഇവിടെ ഇല്ല. ഇന്ന് ഒരു തുണിക്കടയിൽ റോഡിൽ കൂടെ പോയാൽ പോരെ, ഓണത്തിനും പറ്റുമൊക്കെ ഇവിടെ കൊണ്ട് 100 രൂപയ്ക്ക് താഴെ ഷർട്ട് കിട്ടും. ഫുഡിൻ്റെ കാര്യം, ഏത് തരത്തിലുള്ള ഫുഡ് വേണം നമുക്ക്, എല്ലാവർക്കും അവൈലബിൾ ആണ്. ബഹിരാകാശ കമ്പനികൾ വരെ വരികയാണ്, സ്വകാര്യ ബഹിരാകാശ കമ്പനികൾ. വന്നോട്ടെ, വരാതിരുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് മൻമോഹൻ സിംഗിൻ്റെ കാലത്തിന് മുമ്പ് നടന്നത്. ഒരു വീട് വയ്ക്കണമെങ്കിൽ എപ്പോഴും തീരുമെന്നും ആർക്കും ഒരു കണക്കില്ല. ഞാനും കൊടുത്തിട്ടുണ്ട് അപേക്ഷ. സ്റ്റീല് മാസങ്ങൾ കാത്തിരിക്കണം കമ്പി കിട്ടണമെങ്കിൽ, അത് പെർമിറ്റ്. സിമൻറ്റ് ഒരു കമ്പി വന്നു, ബാക്കി എല്ലാവരും റെഡിയാകുമ്പോൾ സിമൻ്റ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒന്നുമില്ലായ്മ ഒരു ഘട്ടം തരണം ചെയ്തത് മൻമോഹൻ സിംഗിൻ്റെ കാലത്തുള്ള ലിബറലൈസേഷനാണ്. അത് കഴിഞ്ഞ് പിന്നെ പ്രൈവറ്റ് സെക്ടറും വന്നു. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു സാധാരണ ജോലി ചെയ്യാൻ തയ്യാറുള്ള ഒരാൾക്ക് ഇവിടെ പട്ടിണി കിടക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷേ നമ്മൾ അടുത്ത ലെവലിൽ പോയി ജോലി ചെയ്യില്ല. എന്തുകൊണ്ടാണ് ഈ ബംഗാളി ഇവിടെ വരുന്നത്? ജോലി ചെയ്യാൻ ആളെ കിട്ടാൻ അല്ല, ജോലിക്ക്. ഞാൻ കൃഷി കുടുംബത്തിൽ ജനിച്ച് ഇപ്പോഴും കൃഷിഭൂമിയുള്ള ആളാണ്. തേങ്ങ ഇടിക്കാതായിട്ട് മാസങ്ങളായി. ഒരു തെങ്ങിന് 100 രൂപയാണ് കയറാൻ. നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഒരു തെങ്ങിൽ നിന്ന് 100 രൂപ കിട്ടാനുള്ള 100 രൂപയ്ക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 200 രൂപയുടെ തേങ്ങ അതിൽ നിന്ന് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ പൊതിക്കുന്ന ആളിന് കൊടുക്കണം, തേങ്ങ പൊതിക്കുന്ന ആൾ, അത് കൊണ്ടുപോകുന്ന ആൾ കൊണ്ടുപോയി വിൽക്കാനായിട്ട് വാഹനം പിടിക്കണം, പിന്നെ ഇത് പെറുക്കി കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട്. ഇങ്ങനെ അതിൻ്റെ കൂടെയുള്ള ഒരു 3-4 പേര് ജോലിക്കാരുണ്ട്. അവർക്കുള്ള ശമ്പളവും ഇതും കഴിയുമ്പോൾ 200 രൂപയുടെ തേങ്ങ ഒന്നിൽ നിന്ന് കിട്ടിയാലേ മുതലാവുള്ളൂ. അല്ലെങ്കിൽ 150 വയ്ക്കുക, 150 തീരില്ല. എത്രയോ മാസങ്ങൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ചെയ്യിച്ചിട്ടുണ്ട്. ഇവിടെ ആളില്ലാഞ്ഞിട്ടാണോ? ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഓരോ വർഷം ഓരോ ഓണത്തിനും പറയും അടുത്ത ഇപ്രാവശ്യം കൂടെ ഇതുള്ളൂ കേട്ടോ, അടുത്ത പ്രാവശ്യം 100-ന് 110. ഇത് കൂടിപ്പോകുന്നു, ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സെക്ടറുകളിൽ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഒരു ഗ്രൂപ്പിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ വേറൊരു ഗ്രൂപ്പ് കർഷകൻ പോയി, സർക്കാർ ജോലി ഇല്ലാത്തവന് ഇപ്പോൾ ജീവിക്കാനായിട്ട് പ്രയാസം, അത് കിട്ടാനുമില്ല, ബാക്ക് ഡോർ കൂടെ പോകുന്നു. ഒരുപാട് ചോർച്ചകളും അപാകതകളും ഉണ്ട്. ശരിയാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അയാളെ താഴെ ഇറക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതിൽ പെട്ടുകിടക്കാണ്. പക്ഷേ ഒരു കാര്യം തീർത്ത് പറയാം, ഭാരതത്തിൻ്റെ അഭൂതപൂർവമായ വളർച്ചയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഒന്നിനും ദാരിദ്ര്യമില്ലാത്ത ഏത് രാജ്യത്ത് കിട്ടും നമുക്ക് ഫ്രീ ആയിട്ട് ഒരു പൈസ ചിലവില്ലാതെ ഡൽഹിയിലോ ഏത് സ്ഥലത്തേക്കും. അമേരിക്ക വിളിക്കാമല്ലോ, എന്ത് ചിലവുണ്ട്? നിങ്ങളുടെ വാട്സാപ്പ് കോളിൽ വല്ലതും ഉണ്ടോ? ഇൻ്റർനെറ്റിന് ഇത്രയും ചീപ്പായിട്ടൊരു സ്ഥലമുണ്ടോ? ഇല്ല. ശശി തരൂർ തമാശയായിട്ട് പറഞ്ഞു, കരിക്ക് വേണമെന്ന് വിളിച്ചപ്പോൾ ഞാൻ തെങ്ങിൻ്റെ മുകളിലുണ്ട്, ഞാൻ മുകളിലിരിക്കുകയാണ്, ഇപ്പോൾ കൊണ്ടുവരാമെന്ന് ഒരു തമാശയായിട്ട് പറഞ്ഞു. അതാണ് സ്ഥിതി. ഇന്ത്യയിൽ എവിടെ പോയിരുന്നാലും നമുക്ക് പിന്നെ ഇത് സ്കാൻ ചെയ്തിട്ട് കൊടുക്കാം, QR കോഡ് ഇട്ട് പൈസ കൊടുക്കാൻ പറ്റും. ഞാൻ എത്രയോ നാളായി പൈസ ക്യാഷ് തൊടാതായിട്ട്. അപ്പോൾ ഇങ്ങനെ മറ്റ് പരിഷ്കൃത രാജ്യങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിൽ പോലും നമ്മൾ ഡെവലപ്പ് ചെയ്തു. നമ്മൾ ഡെവലപ്മെൻറ്റ് മനസ്സിലാകുന്നില്ല. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി ചെയ്യുന്ന ജോലി, ദുബായിൽ പോയി ഇവിടുന്ന് പോകുന്ന ആൾ പോയി ചെയ്യുന്ന ജോലി ഇവിടെ ചെയ്യില്ല. അമേരിക്കയിൽ പോയി അവിടെ പഠിക്കുന്ന സമയത്ത് അവൻ ഹോട്ടലിൽ ക്ലീൻ ചെയ്യാൻ പോകും, ഇവിടെ ചെയ്യില്ല. അപ്പം ഇങ്ങനെ അവിടുത്തെ തിന്മകളെല്ലാം നമ്മൾ എടുത്ത് സ്വീകരിച്ച് വെച്ചിട്ടുണ്ട്, നന്മകൾ ചെയ്യുകയില്ല. ഇതൊരു കുഴപ്പത്തിൽ കിടക്കുകയാണ്. ആൾ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ അയാളെ എങ്ങനെ താഴെ ഇറക്കാമെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വല്ലാത്ത
സിറ്റുവേഷനിലാണ് ഇന്ത്യ. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ ഇപ്പോൾ ഈ 2 യുദ്ധങ്ങൾ നടന്ന സമയത്ത് ഫ്യൂവലിൻ്റെ കാര്യത്തിലും എല്ലാം എത്രയോ രാജ്യങ്ങൾക്ക് വലിയ തടസ്സങ്ങളുണ്ടായി. നമ്മൾ വളർച്ച വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഒന്നിലും വലിയ വ്യത്യാസം വന്നിട്ടില്ല, ചെറിയ വ്യത്യാസങ്ങൾ വരും. അത് പിന്നെ ഇമ്പോർട്ടൻ്റ് ഇതൊക്കെ വരുമ്പോൾ. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും രാജ്യം എത്രയോ കുതിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.